അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 27-ാം വാക്യം നമുക്ക് വായിക്കാം. എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നുവെന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രയേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം ഇപ്പോൾ കേട്ടത്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 27-ാം വാക്യത്തിൽ യാക്കോബ് പറയുന്ന പരാതികൾക്കുള്ള മറുപടിയായി പഴയ നിയമ ഇസ്രയേലിനും പുതിയ നിയമ ഇസ്രയേലിലായ നമുക്കും ദൈവം തരുന്ന മറുപടിയാണ് യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 29-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. സ്വന്തം ആരോഗ്യത്തിൽ ആശ്രയിക്കാത്തവനെ, സ്വന്തം കഴിവിൽ ആശ്രയിക്കാത്തവന് ബലവും ശക്തിയും നൽകുന്നവനാണ് യഹോവയായ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു. തന്നെയുമല്ല, യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 30-ാം വാക്യത്തിൽ ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ രണ്ട് കൂട്ടരും ദൈവാശ്രയമില്ലാത്തവരും സ്വന്തം ബുദ്ധിയിലും ജ്ഞാനത്തിലും ആശ്രയിക്കുന്നവരും സ്വന്തം ആരോഗ്യത്തിൽ മതിപ്പുള്ളവരുമാണ്. ഇവരുടെ ഈ കഴിവുകളൊന്നും ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന പ്രതികൂലങ്ങളെ തടഞ്ഞു നിർത്തുവാൻ കെൽപ്പുള്ള പരിചയങ്ങളല്ല. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ പ്രതികൂലക്കാറ്റ് നിശ്ചയമായും കടന്നു വരും. ഉയരത്തിലെ ശക്തി കൊണ്ടല്ലാതെ ജീവിത പടകിന് നേരെ വരുന്ന ചെറിയ കാറ്റ് പോലും നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല. യേശുവിൻ്റെ വാക്ക് കേട്ട് അക്കരെ പോയ ശിഷ്യന്മാർ കാറ്റ് പ്രതികൂലമാകൊണ്ട് തണ്ട് വലിച്ച് വലഞ്ഞു. ഗലീലക്കടലിൽ രാത്രി സമയങ്ങളിൽ ചെറിയ പ്രായം മുതൽ മീൻ പിടിക്കുന്ന മുക്കുവരാണ് അവർ. അവരുടെ പടകിൽ ആഞ്ഞു വീശിയ കാറ്റിന് മുമ്പിൽ അവരുടെ മുഴു ശക്തിയും എടുത്ത് തണ്ട് വലിച്ചു. എന്നാൽ അവർക്ക് പോകേണ്ട സ്ഥലത്തേക്കല്ല പടക് പോയത്. പ്രതികൂല കാറ്റ് വന്നാൽ അതിനെ നേരിടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ കാറ്റെങ്ങോട്ട് പോകുമോ അങ്ങോട്ടേ നമുക്ക് പോകുവാൻ കഴിയൂ. ഇവിടെയാണ് കാറ്റിനെ സൃഷ്ടിച്ചവൻ്റെ കഴിവ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ശിഷ്യന്മാരെ തിരകളും കാറ്റും പ്രതിസന്ധിയിലാക്കിയെങ്കിൽ അതേ തിരയെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് യേശു ശിഷ്യന്മാരുടെ അടുക്ക് എത്തിയത്. കാറ്റിനോട് പോരാടുവാൻ യേശു തയ്യാറായില്ല. പിന്നെയോ ശാന്തമാകൂ എന്ന് കൽപ്പിച്ചു. കാറ്റ് അമർന്നു, കടൽ ശാന്തമായി. നാം കാറ്റിനെയും തിരയെയുമാണ് കാണുന്നത്. നമ്മുടെ സ്വന്തം കഴിവിൽ ആശ്രയിച്ചാൽ അതുമാത്രമേ നമുക്ക് കാണുവാൻ കഴിയൂ. എന്നാൽ കർത്താവ് കാണുന്നത് കാറ്റിനെയും കടലിനെയും ഇളക്കുന്ന സാത്താന്യ ശക്തിയെയാണ്. നമ്മുടെ ജീവിതപ്പടകിൽ ആഞ്ഞടിക്കുന്ന സാത്താന്യ ശക്തിയെ നേരിടണമെങ്കിൽ ദൈവശക്തിയെ ആശ്രയിച്ച് പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടകന്ന് ജീവിക്കുക. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 30-ാം വാക്യത്തിൽ ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകുന്നതും യൗവനക്കാർ ഇടറി വീഴുന്നതും അവർ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് യഹോവയെ ഭയപ്പെടാതെ പാപം ചെയ്ത് ജീവിക്കുന്നത് കൊണ്ടാണ്. സാത്താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രക്തം യൗവന രക്തമാണല്ലോ. ഏത് കാര്യത്തിനും ധൈര്യത്തോടെ എടുത്തു ചാടുവാൻ യൗവന രക്തമുള്ളവർക്ക് സാധിക്കും. അതിൻ്റെ അനന്തരഫലം ഒന്നും അവർ നോക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർ പ്രതിസന്ധിയിൽ അകപ്പെടുകയും ചെയ്യും. ഈ കാര്യം കൊണ്ടാണ് ശലോമോൻ സഭാപ്രസംഗി 11-ാം അധ്യായം 9-10 വാക്യങ്ങളിലും 12-ാം അധ്യായം 1-ാം വാക്യത്തിലും മുന്നറിയിപ്പ് തരുന്നത്. തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തരുന്ന മുന്നറിയിപ്പ് ഇപ്രകാരമാണ്: യൗവനക്കാരാ നിൻ്റെ യൗവനത്തിൽ സന്തോഷിക്കുക, യൗവനകാലത്തിൽ നിൻ്റെ ഹൃദയം ആനന്ദിക്കട്ടെ, നിനക്കിഷ്ടമുള്ള വഴികളിൽ നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിൻ്റെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്ന് അറിയുക. ആകയാൽ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനം അകറ്റി നിൻ്റെ ദേഹത്തിൽ നിന്നും തിന്മ നീക്കിക്കളക. ബാല്യവും യൗവനവും മായ അത്രേ. നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. സൃഷ്ടാവിനെ ഓർക്കാതെ ബോധിച്ചവണ്ണം ജീവിക്കുന്ന ബാല്യക്കാരും യൗവനക്കാരും ജീവിതയാത്രയിൽ ക്ഷീണിക്കുകയും ഇടറി വീഴുകയും തളർന്നു പോവുകയും ചെയ്യുമെങ്കിലും യഹോവയെ കാത്തിരിക്കുന്ന, യഹോവയിൽ ആശ്രയിക്കുന്ന, യഹോവയുടെ വചനം അനുസരിച്ചുകൊണ്ട് അവനിൽ വസിക്കുന്ന വ്യക്തികൾ അവരുടെ ശക്തിയെ പുതുക്കും. എത്ര വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും.
അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. മരിക്കുന്നതുവരെ മണ്ണ് പല വിധത്തിൽ വെട്ടിപ്പിടിക്കുകയും മണ്ണിൽ നിന്നും ഉത്ഭവിക്കുന്ന ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ദൈവഭയമില്ലാത്ത വ്യക്തികൾ മരിക്കുമ്പോൾ അതുവരെ വെട്ടിപ്പിടിച്ച മണ്ണും ഭക്ഷണത്തിൽ കൂടി കഴിച്ച മണ്ണും ഭൂമി ഒറ്റയടിക്ക് തിരികെ പിടിക്കുകയും ആത്മാവ് നഷ്ടപ്പെട്ടവനായി നിത്യാഗ്നിയിലേക്ക് ആ വ്യക്തി പറന്നു പോവുകയും ചെയ്യും. എന്നാൽ ഒന്നുമില്ലാത്തവനായി ഭൂമിയിൽ പിറന്ന് ഒന്നും വെട്ടിപ്പിടിക്കാതെ രാജാവാക്കുവാൻ ജനം തയ്യാറായിരുന്നെങ്കിലും ലോകത്തിൻ്റെ സകല നന്മകളെയും ഉപേക്ഷിച്ച് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കുവാൻ തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ച യേശു 33.5 വയസ്സ് വരെ മാത്രമാണ് ഭൂമിയിൽ ജീവിച്ചത്. എങ്കിലും കോടാനുകോടി ആത്മാക്കളെ നരകത്തിൽ നിന്നും രക്ഷിക്കുകയും ആ യേശുവിൽ വിശ്വസിച്ച് കോടാനുകോടി മനുഷ്യർ അവനെ അനുഗമിക്കുകയും ചെയ്യുന്നു. ആ യേശുവിൻ്റെ അനുയായിയായി അവൻ്റെ വചനം അനുസരിച്ച് ജീവിച്ച അനേകർ അവർ ക്ഷീണിച്ചു പോയില്ല, തളർന്നു പോയില്ല, അവർ ഇടറിപ്പോയില്ല. അവർ കഴുകനെപ്പോലെ ചെറുകടിച്ച് ഉയർന്നു. ശക്തനായ ഗോലിയാത്തിൻ്റെ മുമ്പിലേക്ക് ദാവീദ് ചെല്ലുമ്പോൾ ലോകപ്രകാരം അവൻ മല്ലന് ജയം ഉറപ്പായിരുന്നു. എന്നാൽ മല്ലൻ യഹോവയിൽ ആശ്രയിക്കാതെ തൻ്റെ മുമ്പിൽ പരിചയമായി നടന്ന വ്യക്തിയെ വിശ്വസിച്ചു. ദാവീദിന് പരിചയക്കാരൻ പോലും ഇല്ലായിരുന്നു. അവൻ്റെ പരിപാലകനായ യഹോവയായ ദൈവമായിരുന്നു. അവൻ യഹോവയിൽ ആശ്രയിച്ചതിനാൽ ദാവീദ് ഗോലിയാത്തിനെ തകർത്തു കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മുടെ ആശ്രയം ഇന്ന് എവിടെയാണ്? സ്വന്തം ബുദ്ധിയിലും കഴിവിലുമാണെങ്കിൽ നാം പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവനിൽ വസിക്കുകയും അവൻ്റെ ആലോചന, ഗൈഡൻസ് അനുസരിച്ച് നാം അനുദിനം ജീവിക്കുകയും ചെയ്താൽ നാം ലജ്ജിക്കേണ്ടി വരികയില്ല. യുദ്ധം യഹോവയ്ക്കുള്ളതല്ലോ, അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ നാം വസിച്ചാൽ നിശ്ചയമായും ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരികയും നിത്യജീവന് നമുക്ക് അവകാശികളായി തീരുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ആകയാൽ അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജ്യോതിഷികളെപ്പോലെ തിളങ്ങുവാനും നിത്യജീവൻ അവകാശികളായി തീരുവാനും നമുക്ക് ഉത്സാഹിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് അങ്ങയെ തിരിച്ചറിയുവാൻ കൃപ കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.